my dear students, to our next class of Management Theory and Practices. Okay, as usual, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കയറാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 5 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ് ദാറ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി വി ആർ ഡിസ്കസിങ് അവർ ലാസ്റ്റ് മൊഡ്യൂളാണ്. ഏകദേശം നമ്മുടെ സിലബസ് കഴിയാറായിട്ടുണ്ട്. അതായത് ഈ മൊഡ്യൂളിൻ്റെ ഒരു 25% നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി എത്തുമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് എത്തിക്കൽ അപ്രോച്ചസ് ആണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്ത് പോയത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളതിൽ പഠിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു ഓഫ് ബിസിനസ് എത്തിക്സിൻ്റെ. അതിൻ്റെ ഒപ്പം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ്. അപ്പോൾ ഇത്രയും അപ്പോൾ ഞാനത് പറഞ്ഞിരുന്നു. അത് ഞാൻ ടെക്സ്റ്റിലത്തെ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. നോട്ട് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് എഴുതിയെടുത്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ആൻഡ് ടുഡേ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് some other topics of business ethics. എല്ലാം റിലേറ്റഡ് ടു ബിസിനസ് എത്തിക്സ് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകേണ്ടതെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദി 10 കമൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലേ, 10 കൽപ്പനകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതേപോലെ ബിസിനസ് എത്തിക്സിൻ്റെ 10 കമൻമെൻറ്റ്സുകൾ, അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ്, അതായത് ബിസിനസ് എത്തിക്സ് നമ്മൾ പറഞ്ഞു അല്ലേ, എല്ലാ ബിസിനസ്സിലും അതുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. ഇത്രയാണ് ബിസിനസ് എത്തിക്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു മൂവ് ടു അനദർ ടോപ്പിക്, മാനേജറൽ എത്തിക്സിലേക്ക് നമുക്ക് പോകണം. മാനേജറൽ എത്തിക്സും അതിൻ്റെ ഒപ്പം തന്നെ ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് എത്തിക്സ്. ഇത്രയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ദാറ്റ് വി വിൽ ബി ഏബിൾ ടു കവർ ഇൻ ടുഡേയ്സ് ക്ലാസ്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ അവർ ക്ലാസ്. എളുപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ 10 കൽപ്പനകൾ, അതായത് ബിസിനസ് എത്തിക്സിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ എത്തിക്സ് കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയില്ലേ 10 കൽപ്പനകൾ. ഇപ്പോൾ നമുക്ക് ക്രിസ്ത്യൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ പറയില്ലേ നമുക്ക് 10 കൽപ്പനകൾ പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ ആ 10 കമൻമെൻറ്റ്സുകൾ എന്താണെന്നുള്ളതാണ്. അതായത് ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളവിടെ എന്ത് ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടാത്തത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ചെയ്യേണ്ടാത്തത് എന്നുള്ള രീതിയിലുള്ള 10 കമൻമെൻറ്റ്സുകളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡു നോട്ട് ചീറ്റ് ഓർ ഡിസീവ് കസ്റ്റമേഴ്സ് ഓർ ക്ലയൻറ്റ്സ്. അപ്പോൾ ആദ്യത്തെ പറഞ്ഞത് ഞാൻ മലയാളം പറയണമെന്ന് തന്നെയില്ല. ചീറ്റിൻ്റെ മീനിങ് നിങ്ങൾക്കറിയാം. ഡിസീവ് എന്ന് പറഞ്ഞാലും ചീറ്റ് എന്നുള്ള മീനിങ് തന്നെയാണ് അതിൽ വരുന്നത്. ചതിക്കരുത് ഒരു കാരണവശാലും. ബിസിനസ് എത്തിക്സിൻ്റെ വൺ ഓഫ് ദി പ്രിൻസിപ്പിളായിട്ട് പറയണത് അല്ലെങ്കിൽ വൺ ഓഫ് ദ കമൻമെൻ്റ് ആയിട്ട് പറയണത് എന്താണ്, ഒരിക്കലും കസ്റ്റമേഴ്സിനെയോ ക്ലയൻസിനെയോ എന്ത് ചെയ്യരുത്, ചതിക്കാനായിട്ട് പാടില്ല. The second is do not destroy competition through foul means. നമുക്ക് ബിസിനസ്സാണ്, തീർച്ചയായും കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ കളിയിലൊക്കെ ഫൗൾ വിളിക്കുക എന്ന് പറയില്ല, നമ്മൾ ഫുട്ബോളിലൊക്കെ ഫൗൾ വിളിക്കാമെന്ന് കേൾക്കാറുണ്ട് അല്ലേ, കള്ളത്തരത്തിൽ കളിക്കുക. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവും. വിച്ച് ഷുവറാണ്, ബിസിനസ്സാണ്, ഇഷ്ടംപോലെ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ നമ്മളൊരു തരത്തിലുള്ള ഫൗൾ മീൻസ് വഴി അതിനെ എന്ത് ചെയ്യരുത്, നശിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. കോമ്പറ്റീഷൻ ആവാം, എന്തായിരിക്കാം, ഹെൽത്തി കോമ്പറ്റീഷൻ ആവാം അല്ലേ. അപ്പോൾ അതാണ് അതിൽ സെക്കൻഡ് പറയുന്നത്. ആൻഡ് ദ തേർഡ് പറയണത് എന്താണ്, ഡു നോട്ട് റിസോർട്ട് ടു മിസ്ലീഡിങ് ആൻഡ് ഫാൾസ് അഡ്വർടൈസ്മെൻറ്റ് ത്രൂ ഫ്രെയിംഡ് പാക്കിംഗ് ആൻഡ് ലേബലിംഗ്. ഞാൻ ഈ ക്ലാസ്സിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞിരുന്നത്, അതോ വേറെ ഏതെങ്കിലും ക്ലാസ്സുകാർക്കാണോ മാഗിയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ക്ലാസ്സിലാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് പിടികിട്ടിട്ടുണ്ടായിരിക്കും. അതായത് അപ്പോൾ ഈ മാഗി എന്നുള്ളത് ഒരു കാലത്ത് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ, നിരോധിച്ചിരുന്നൊരു സംഭവമാണെന്നറിയാം. ആ സമയത്ത് മാഗിയുടെ ഒരു പ്രത്യേകത അതിൻ്റെ യെല്ലോ പാക്കിംഗ് ആണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, എനിക്ക് ഓർമ്മയില്ല അത് ഏത് ക്ലാസ്സിലാണ് പറഞ്ഞു പോയെന്നുള്ളത്. നിങ്ങൾ സ്പീഡ് അടിച്ചോളൂ കേട്ടോ. അപ്പോൾ അത് ഒരു കാലത്ത് അത് നിരോധിച്ചിരുന്നു, മാത്രമല്ല അത് അവൈലബിൾ ആയിരുന്നില്ല. ആ സമയത്ത് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ മാഗിയുടെ തന്നെ യെല്ലോ കളറിൽ അതേപോലെ റൈറ്റിങ്സ് ഒക്കെ ആയിട്ട് പ്രോഡക്ട്സുകൾ ഇരിക്കണത്. നമ്മളറിയാണ്ട് എന്ത് ഈ മാഗി ആണെന്ന് വെച്ചിട്ട് നമ്മൾ വാങ്ങിച്ചു പോകാനുള്ളത് ഇപ്പോഴും ഉണ്ട്. ഈ ലോക്ക്ഡൗൺ പീരീഡിലും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ സർഫ് അങ്ങനത്തെ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ്. അപ്പോൾ ആ രീതിയിൽ ഒരിക്കലും ചെയ്യരുതെന്നാണ് പറയുന്നത്. അങ്ങനെ മിസ്ലീഡിങ് ആയിട്ടോ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കരുത്. അതിന് വേണ്ടി അത് ആ രീതിയിലൊന്ന് പാക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ അതിൽ ലേബിൾ ചെയ്തിട്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബിസിനസ്സിൽ ചെയ്യാനായിട്ട് പാടില്ല. അത് വൺ ഓഫ് ദി കമൻമെൻറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. And the fourth is do not have recourse to hoarding, black marketing and profiteering. Profiteering എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ള ലാഭം ഉണ്ടാക്കുക നമ്മൾ പറയില്ല, അതന്നെ. അതുപോലെ ബ്ലാക്ക് മാർക്കറ്റിംഗ്, കരിഞ്ചന്ത, ഹോർഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൂഴ്ത്തിവെപ്പ് എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്തിൽ ചെയ്യാനായിട്ട് പാടില്ല, ബിസിനസ്സിൽ ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ എത്തിക്സ് ആണ്. വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് എന്ന് പറഞ്ഞാൽ റോങ് ഭാഗങ്ങളാണ് അങ്ങനെയുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. പിന്നെന്താണ്, ഡു നോട്ട് ഇവേഡ് ടാക്സസ് ആൻഡ് അതർ പേയ്മെൻറ്റ്സ് ടു ദ ഗവൺമെൻറ് നമ്മൾ കൃത്യം അടയ്ക്കാനുള്ള ടാക്സ്, GST ആയാലും നമ്മൾ ആസ് എ ബിസിനസ് മാൻ എന്നുള്ള നിലയ്ക്ക് അതായത് ഇൻകം ടാക്സ് അടയ്ക്കാനുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ടാക്സുകളും ഇവേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
വെട്ടിക്കാൻ, ടാക്സ് വെട്ടിക്കുക എന്നാണ് നമ്മൾ പറയുക അല്ലേ. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് കൊടുക്കേണ്ട പേയ്മെൻറ്റുകളൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, ഡു നോട്ട് എൻ്റർ ഇൻ ടു എഗ്രിമെൻറ്റ്സ് ടു കൺട്രോൾ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൈസിങ് ടു എക്സ്പ്ലോയ്റ്റ് ദ കൺസ്യൂമർ. അതായത് കൺസ്യൂമറിനെ ചൂഷണം ചെയ്യണമെന്ന രീതിയിൽ ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യും. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇതിന് മാർക്കറ്റ്, ഈ സംഭവം മാർക്കറ്റിൽ കിട്ടാനുണ്ടാവില്ല. ഈ പ്രത്യേകിച്ച് വല്ല നല്ല ഡിമാൻഡുള്ള പ്രോഡക്റ്റൊക്കെ പെട്ടെന്ന് കിട്ടാതെ ആകുമ്പോൾ എന്തുണ്ടാവും, അതിൻ്റെ ഡിമാൻഡ് കൂടും അല്ലേ. നിങ്ങൾ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ടാവും. ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ ഇല്ല, ഡിമാൻഡ് വളരെയധികം കൂടുമ്പോൾ അതിൻ്റെ പ്രൈസ് ഹൈക്കിലേക്ക് ആവാനുള്ള പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പോൾ ഈ എന്താ പറയുക, നമ്മൾ ബ്ലാക്ക് മാർക്കറ്റിംഗ് വഴിയൊക്കെ സാധനങ്ങൾ കിട്ടും, നമുക്ക് ഇരട്ടി പൈസ കൊടുത്തൊക്കെ സാധനങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള അഗ്രിമെൻറ്റുകളിലേക്ക് പോകരുത്. ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനെ നിയന്ത്രിക്കുന്നതോ കൺട്രോളിങ്ങിലേക്ക് പോകുന്നതോ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്നതോ അതിൻ്റെ പ്രൈസ് നിയന്ത്രിക്കുന്ന രീതിയിലുള്ള, അതായത് അത് ലാസ്റ്റ് വന്ന് ഭവിക്കുക കസ്റ്റമറാണ് അല്ലേ. ആഫ്റ്റർ ഓൾ ദ കസ്റ്റമർ ഹാസ് ടു പേ ദ പ്രൈസ് ഫോർ ഇറ്റ് എന്നുള്ളതാണ് നമ്മൾ പറയുക. അപ്പോൾ അത് ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളിലും ചെന്ന് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്, ദാറ്റ് ഇസ് ദ 7th one. Do not conceal true business records from tax and authorities. അപ്പോൾ ഇതും നമ്മൾ ടാക്സ് ഇവേഡ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ളതാണ്. അതായത് ഇൻകം ടാക്സ് അതോറിറ്റീസോ ഏത് അതോറിറ്റീസിനും ആയിക്കോട്ടെ, ഗവൺമെൻറ്റിൽ നിന്നും ടാക്സ് അതോറിറ്റീസിൽ നിന്നും ഒരിക്കലും നമ്മൾ റെക്കോർഡുകൾ ഒളിച്ചു വെക്കാതിരിക്കുക. കൃത്യമായിട്ട് റെക്കോർഡ്, ഇത്ര സെയിൽസ് ഉണ്ടായിരുന്നു, ഇത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യുക, അതിന് പ്രോപ്പർ റെക്കോർഡ്സുകൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് അതിന് പറയുന്നത്. അതായത് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡു നോട്ട്, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് നെക്സ്റ്റ് 8th പറയുന്നത്, ഡു നോട്ട് ടേൺ ടു കറപ്റ്റ് പ്രാക്ടീസസ് ഓഫ് കിക്ക് ബാക്സ് ആൻഡ് പേ ഓഫ്സ്. കിക്ക് ബാക്സ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രൈബ് എന്നുള്ള മീനിങ്ങാണ്. ബ്രൈബ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൈക്കൂലി എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ളതാണ് പറയുന്നത്. അങ്ങനെയുള്ള കറപ്റ്റായിട്ടുള്ള കള്ളത്തരത്തിലുള്ള അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും, ഇപ്പോൾ എന്തെങ്കിലും ഒരാളുടെ നിന്ന് എന്തെങ്കിലും ലൈസൻസ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൈക്കൂലി കൊടുക്കുക, അങ്ങനെയുള്ളതൊന്നും ചെയ്യരുത് എന്നാണ് നമ്മുടെ ഈ 10 കമൻമെൻറ്റ്സിലെ ഒരു കമൻമെൻ്റ് ആയിട്ട് പറയുന്നത്. ഡു നോട്ട് ടേൺ ടു കറപ്റ്റ് പ്രാക്ടീസസ് ഓഫ് കിക്ക് ബാക്സ് ആൻഡ് പേ ഓഫ്സ്. കിക്ക് ബാക്സിൻ്റെ മീനിങ് അറിയില്ലെങ്കിൽ അവിടെ എഴുതി വെക്കുക, അതായത് നമ്മൾ ഈ കൈക്കൂലി കൊടുക്കുക, അതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്താണെന്ന് പറയുന്നത്, ഡു നോട്ട് ഡിനൈ ഫെയർ വേജസ് ആൻഡ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് ടു ദി എംപ്ലോയീസ്. ഒരിക്കലും പാടില്ല. എംപ്ലോയീസ് എന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഹ്യൂമൻ എന്ന് പറയുന്നതാണ് റിയൽ എസറ്റ് ഓഫ് ദ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് ചെയ്യുന്ന ജോലിക്കുള്ള കൂലി അവർക്ക് കൊടുക്കണം, ഫെയർ വേജസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് ആ വർക്ക് ചെയ്യാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെൻറ്റും പ്രൊവൈഡ് ചെയ്യണം. അത് ഒരുക്കി കൊടുക്കണം എന്നാണ്. അതായത് അങ്ങനെ ചെയ്യാതിരിക്കരുത്, ഡിനേ ചെയ്യുന്നത്, അത് നമ്മൾ അവരുടെ അവകാശം നമ്മൾ എടുത്ത് കളയാനായിട്ട് പാടില്ല. ബിസിനസ്സിൽ അവർ ജോലിക്കാരുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ചെയ്യുന്ന ജോലിക്കുള്ള വേതനം കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് ചെയ്യാൻ ഉചിതമായിട്ടുള്ള വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ നോ എന്നുള്ള മീനിങ്ങിലാണ് കേട്ടോ ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരുമ്പോൾ അങ്ങനെ പറയണമെന്നേ ഉള്ളൂ. പിന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്, ഇൻട്രൊഡ്യൂസ് ഇൻ ദി ഓർഗനൈസേഷൻ വെൽഫെയർ മെഷേഴ്സ് ഫോർ ദി എഡ്യൂക്കേഷൻ ഓഫ് ദി ചിൽഡ്രൻ ഓഫ് ദി എംപ്ലോയീസ്. അപ്പോൾ അതും ഒരു ബിസിനസ് എത്തിക്സിൻ്റെ 10 കമൻമെൻറ്റ്സിൽ പറയുന്നൊരു കാര്യമാണ്. അവിടുത്തെ തൊഴിലാളികളുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം, വെൽഫെയർ മെഷേഴ്സ് തീർച്ചയായും ഓർഗനൈസേഷൻ എടുക്കേണ്ടതാണ്. ഈ ഓർഗനൈസേഷൻ അത് കൊണ്ടുവരേണ്ടതാണ്. ഇപ്പോൾ ചില ഓർഗനൈസേഷൻസിലൊക്കെ ഉണ്ടാവട്ടെ, ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വരുന്ന സ്ഥലത്താണെങ്കിൽ അവരുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ക്രഷ് പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യും. കാരണം അവർക്ക് ആ ജോലി ചെയ്യുന്ന സമയത്ത് വീട്ടിൽ വേറെ വല്ല സ്ഥലത്താക്കണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. പിന്നെ എല്ലാവർക്കും സെർവൻസിനെ നിർത്താനൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ചില ഓർഗനൈസേഷൻസ് അങ്ങനെയുള്ള ചില ക്രഷുകൾ വിത്തിൻ ഓർഗനൈസേഷനിൽ തന്നെ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ളത് എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത്രയാണ് എന്ന് പറയുന്നത് 10 കമൻമെൻറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. കൃത്യമായിട്ട് ആ 10 പഠിച്ചു വയ്ക്കുക. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലേ? അത്രയേ ഉള്ളൂ. അതിൽ പറയാനായിട്ട് ഭയങ്കര എക്സ്പ്ലനേഷനിലേക്കൊന്നും പോകണ്ട. ആ 10 അതിൽ 5 6 പഠിച്ചാൽ മതി ഞാൻ പറയില്ല. അടുത്ത് 10 കമൻമെൻറ്റ്സ് ആണ്, 10 കൽപ്പനകളാണ് ബിസിനസ് എത്തിക്സിലെ. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദി പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഇനി എന്താണ് കുറച്ച് ബിസിനസ് എത്തിക്സിൻ്റെ ചില റൂൾസ് എന്നോ അല്ലെങ്കിൽ അതിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ് പറയണത്. അതായത് ബിസിനസ് എത്തിക്സിൻ്റെ ആളുകൾ, അവർ അതോറിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അതായത് ബിസിനസ് എത്തിക്സ് എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു ബി ഫോളോഡ് എന്നുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് സമയത്തിനനുസരിച്ചിട്ട്, സാഹചര്യങ്ങൾക്കനുസരിച്ച്, അതാത് സൊസൈറ്റിയുടെ കൾച്ചർ അനുസരിച്ചിട്ട്, അതുപോലെ തന്നെ പ്ലേസ് ഇതൊക്കെ നോക്കിയിട്ട് ഏതാണ് സ്ഥലം എന്നൊക്കെ നോക്കിയിട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ആയിരിക്കില്ല എല്ലാ എത്തിക്സും. നമ്മൾ പറഞ്ഞു അല്ലേ, ചില കൾച്ചറൽ
അവിടുത്തെ ഡിഫറൻസുകൾ അവരുടെ എത്തിക്സിനെ ബാധിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പേരുടെ ഓതേഴ്സിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ അതിലിപ്പോൾ നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരിക എന്ന് പറയുന്നത് പ്ലാറ്റോ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പിന്നെ ആൻഡ്രൂ ക്രെയിൻ, അങ്ങനെ പ്ലാറ്റോ എന്നൊക്കെ പഠിച്ചു വെച്ചാലും മതി കേട്ടോ, നമുക്ക് അറിയുന്ന പേരുകൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ വിശ്വനാഥ് ഘോഷ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമുക്കൊരു ഇന്ത്യൻ നെയിം അതിനകത്തുണ്ട്. ഇവരൊക്കെ റിപ്യൂട്ടഡ് ഓതേഴ്സാണ് ഹു ഹാവ് പ്രിസ്ക്രൈബ്ഡ് ദെയർ പ്രിൻസിപ്പിൾസ്. ഇവരൊക്കെ ഇവരുടേതായിട്ടുള്ള ബിസിനസ് എത്തിക്സിനെ കുറിച്ചിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ചില ബിസിനസ് എത്തിക്സിൻ്റെ ഓതേഴ്സ് എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ചിലതൊക്കെ, എല്ലാം കൂടിയല്ല, നമുക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് എന്ത് ചെയ്തിട്ടുള്ളതാണ്, അതിൽ നിന്നൊക്കെ നമുക്കൊന്ന് അതിൽ നിന്നുള്ള എടുത്തിട്ട് നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം എന്ത് ചെയ്തിട്ടാണ്, എന്താ പറയുക, ഇതിനകത്ത് ഒന്ന് സമ്മപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 9 പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ദ എൻഡ് ഡസ് നോട്ട് ജസ്റ്റിഫൈ ദ മീൻസ് എന്നാണ് പറയുന്നത്. എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറയണമെങ്കിൽ ദ എൻഡ് ഡസ് നോട്ട് ജസ്റ്റിഫൈ ദ മീൻസ്. ഓക്കെ, നോക്കാം നമുക്ക് എന്താണ് ആ പ്രിൻസിപ്പിൾ. അപ്പോൾ ചിലതൊന്നും നമുക്ക് പെട്ടെന്ന് കേട്ടാൽ അതിനകത്ത് എന്താണ്, ഇപ്പോൾ ഞാനിപ്പോഴും പറയാറുള്ളതാണ് ക്ലാസ് എടുക്കുമ്പോൾ, നമ്മൾ ആദ്യം ആ വേർഡ് ഇതൊന്ന് കേട്ടിട്ട് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് എഴുതാൻ പറ്റും. ഇത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലേ, പെട്ടെന്ന് നമ്മളിപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കാണെങ്കിൽ അതിൽ നിന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാം, വേർതിരിച്ചെടുക്കാം. ഒന്നും പെട്ടെന്ന് ആലോചിച്ച് എഴുതാനൊന്നുമില്ല. അപ്പോൾ നമ്മളൊന്ന് വായിച്ച് നോക്കാം അങ്ങനത്തെ ഹെഡിങ്സുകളൊക്കെ കറക്റ്റായിട്ട്. അതായത് ഈ ബിസിനസ് എത്തിക്സിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഇൻസിസ്റ്റ് ദാറ്റ് ദി മീൻസ് യൂസ് ടു അച്ചീവ് ദ ഗോൾസ് ഓഫ് ദി ബിസിനസ്. അത് കൃത്യമായിട്ട് പറയണത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ ബിസിനസ് പറയുന്നത് ദാറ്റ് ഈസ് നമ്മൾ ഈ ബിസിനസ്സിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിനാണ് മീൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്യും, മെൻ യൂസ് ചെയ്യും, മെഷീനറീസ് യൂസ് ചെയ്യും, മണി യൂസ് ചെയ്യും, ഇല്ലേ. അങ്ങനെ യൂസ് ചെയ്യുന്ന എന്ത് സാധനം ആകട്ടെ, ബിസിനസ്സിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് സാധനങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കണം എന്നാണ് പറയുന്നത്, പ്യുവറായിട്ട്. ഇതാണ് വളരെ പ്യുവർ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണമെന്നാണ് പറയണത്. അതായത് ഒരു പൊല്യൂട്ടഡ് അല്ലാത്ത ഒരു എന്താ പറയുക, സ്പോയിൽഡ് ആയിട്ടുള്ള അങ്ങനെയൊന്നുമല്ല, നല്ല സാധനങ്ങൾ മാത്രം നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. യൂസിങ് റോങ് ആൻഡ് ഫൗൾ മീൻസ് ആൻഡ് ടെക്നിക്സ് എന്താണ് പറയുന്നത്, ദ റൈറ്റ് എൻഡ് കനോട്ട് ബി അച്ചീവ്ഡ്. ഇനി നമ്മൾ അങ്ങനെ വിചാരിച്ചു, അങ്ങനെ യൂസ് ചെയ്ത് നോക്കി ഏതെങ്കിലുമൊക്കെ റിസോഴ്സുകൾ നമ്മൾ ഫൗളായിട്ടുള്ള അല്ലെങ്കിൽ എന്താണെന്നാണ് പറയുന്നത് റോങ് ആയിട്ടുള്ള മെറ്റീരിയൽസോ മെഷീനറീസോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രോഡക്ട്സുകളിലേക്കോ സർവീസുകളിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞ ആ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഗോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ദർ ആർ സർട്ടൺ മീൻസ് വിച്ച് കനോട്ട് ബി യൂസ്ഡ്. ചില കാര്യങ്ങളുണ്ട് നമ്മളൊരു കാരണവശാലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. അത് സൊസൈറ്റിക്ക് എത്ര നല്ലതായിക്കോട്ടെ, ചിലപ്പോൾ അതുകൊണ്ട് സൊസൈറ്റിക്ക് ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ, എന്നാൽ പോലും ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ചില കാര്യങ്ങളുണ്ട് അതൊരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ബിസിനസ്സിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ബിസിനസ്സിൻ്റെ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. പ്യൂരിറ്റി ഓഫ് ദ ടെക്നിക്സ് എംപ്ലോയ്ഡ് ഈസ് ഓൾ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സുകളുടെ പ്യൂരിറ്റി, ശുദ്ധത എന്ന് പറയുന്നതാണ്. പ്യൂരിറ്റി എന്ന് പറഞ്ഞതാണ് ശുദ്ധമായത് അല്ലേ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അതാണ് പ്രിൻസിപ്പിൾ ദ എൻഡ് ഡസ് നോട്ട് ജസ്റ്റിഫൈ ദ മീൻസ്. റിസൾട്ട്, അതായത് ഇങ്ങനെ പറയുന്നത് എൻഡ് എന്ന് പറയുമ്പോൾ റിസൾട്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊന്ന് കിട്ടുന്നുണ്ടാവും. ദ എൻഡ് ഡസ് നോട്ട് ജസ്റ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ന്യായീകരണം നമ്മൾ പറയും. അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് നല്ലതായിക്കോട്ടെ, പക്ഷെ അതിന് യൂസ് ചെയ്ത വഴി അത് നോക്കിയിട്ട് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താണ് കള്ളത്തരം എന്നുള്ള മാർഗം എടുത്തുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പറഞ്ഞ റിസൾട്ടിലേക്ക് എത്തിയിരിക്കാം, പക്ഷെ അത് ശരിയായ രീതിയല്ല എന്നാണ് പറയുന്നത്. നേർവഴിക്ക് പോയിട്ട് തന്നെ എന്ത് ചെയ്യണം, ഗോൾസ് ഓഫ് ദ ബിസിനസ് അച്ചീവ് ചെയ്യണമെന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ്, ഇവിൾ ക്യാൻ നെവർ ബി എൻകറേജ്. അതൊക്കെ നമുക്ക് അത് തന്നെ അറിയാം. ഇവിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കള്ളത്തരം, ചതികൾ, അങ്ങനെയുള്ള ദുഷ്ടത എന്നൊക്കെ നമ്മൾ പറയും. അതൊരിക്കലും നമുക്ക് ബിസിനസ്സിൽ എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഗുഡ് റെപ്യൂട്ടേഷൻ ആൻഡ് പ്യുവർ ഡീഡ്സ് ഷുഡ് ബി ദ ഫോക്കൽ പോയിന്റ് ഓഫ് എവറി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഫോക്കൽ പോയിന്റ് എന്ന മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, പ്യുവർ ആയിട്ടുള്ള ഡീഡ്സ്. അതായത് എഗ്രിമെൻറ്റുകളെയാണ് നമ്മൾ ഡീഡുകൾ എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ടുള്ള എഗ്രിമെൻറ്റുകളും അതുപോലെ തന്നെ നല്ല റെപ്യൂട്ടഡ്, അതായത് നല്ലൊരു ഇമേജ് ആ രീതിയിൽ തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. നോ ഈവിൾ ഡീഡ് ക്യാൻ ബി ജസ്റ്റിഫൈഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസസ്. ഒരു കാരണവശാലും ഈവിളായിട്ടുള്ള, അതായത് അതോടുകൂടി കള്ളത്തരത്തിൽ ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റുകളും നമുക്ക് ബിസിനസ്സിൽ ന്യായീകരിക്കാനായിട്ട് സാധിക്കില്ല. അതാണ് ദാറ്റ് ഇസ് ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ പറയുന്നത്, ഈവിൾ ക്യാൻ നെവർ ബി എൻകറേജ്ഡ്. ഓക്കെ, തേർഡ് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് പറയുന്നത്,
പ്രോപ്പർ ജഡ്ജ്മെൻറ്റ് ബിഫോർ ആക്ഷൻ. അതായത് നമ്മളൊരു ഇപ്പോൾ പ്രത്യേകിച്ച് മാനേജേഴ്സൊക്കെ ഡിസിഷൻ എടുക്കുക, അത് ആക്ഷനിലേക്ക് വരില്ലേ, അതൊക്കെ എടുക്കുന്നതിന് മുൻപ് നമ്മൾ പ്രോപ്പറായിട്ട് അത് ജഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മളതിനെ കൃത്യമായിട്ട് വിശദമായി പഠിച്ചതിന് ശേഷം അത് ആക്ഷനിലേക്ക് പോകുക എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മാനേജേഴ്സ് ആൻഡ് ഡിസിഷൻ മേക്കേഴ്സ് ഷുഡ് ഇവാലുവേറ്റ്, കണ്ടോ, അനാലിസിസ് എന്നാണ് പറയുന്നത്, വിലയിരുത്തണം ദ ആക്ഷൻസ് ദേ ആർ ഗോയിങ് ടു ടേക്ക്, അവരെടുക്കാൻ പോകുന്ന സ്റ്റെപ്പ് നന്നായി പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ കോൺസിക്വൻസസ് അറിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. ആ ഡിസിഷനിലേക്ക് പോകാനായിട്ടേ പാടുള്ളൂ. their step in no way should bring harm to others. ഒരു കാരണവശാലും എന്താണെന്നാണ് പറയുന്നത്, അവരെടുക്കുന്ന സ്റ്റെപ്സ് എന്ത് ചെയ്യരുത്, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാക്കാനായിട്ട് പാടില്ല. അപ്പോൾ അത് ആലോചിക്കണം. ആസ് എ മാനേജർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഞാനോ നിങ്ങളോ ആരായിക്കോട്ടെ അതെടുക്കുമ്പോൾ അത് ജനറൽ പബ്ലിക്കിനോ അതർ എംപ്ലോയീസിനോ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്, ഹാവിങ് നത്തിങ് ടു ഡു വിത്ത് ഈവിൾ മൈൻഡഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ദുഷ്ടത എന്നാണ് നമ്മൾ ഈവിൾ എന്ന് പറയുന്നത്. അതായത് അങ്ങനെയുള്ള ഈവിൾ ചില ആളുകളുണ്ടാവില്ലേ, ജന്മന അങ്ങനെയുള്ള ചില ക്യാരക്ടറുള്ള ആളുകളുണ്ടായിരിക്കും. അവർക്ക് എന്താണ്, ഹാവിങ് നത്തിങ് ടു ഡു വിത്ത്, അങ്ങനെയുള്ള ആളുകൾക്ക് ബിസിനസ്സിൽ ഒരു കാര്യവുമില്ല, അവർക്കൊന്നും ഇവിടെ ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. നോ ഡൗട്ട് സർട്ടൺ അൺഎത്തിക്കൽ ആക്ട്സ് ക്യാൻ ബ്രിങ് ഇൻ പ്രോഫിറ്റ്സ് ഇൻ ദ ബിഗിനിങ്. അതായത് അങ്ങനത്തെ ആളുകളുടെ കൂട്ടൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിലൊക്കെ ഷുവറാണ് നമ്മൾ എന്താണ് ഓക്കെ, നമുക്ക് വിചാരിച്ച പ്രോഫിറ്റിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കും. നമ്മൾ പറയില്ലേ കള്ളത്തരം ഒരു കാലത്ത് സത്യം തെളിയും എന്ന് പറഞ്ഞ പോലെ ഒരു കാലത്തും നമുക്ക് കള്ളത്തരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. വൺസ് ഇറ്റ് വിൽ ബി റിവീൽഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, ബിഗിനിങ്ങിലൊക്കെ അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നെവർ കോപ്പറേറ്റ് വിത്ത് ആൻ ഈവിൾ ബിസിനസ് മാൻ ഓർ ഹിസ് ആക്ടിവിറ്റീസ്. അതായത് അങ്ങനെ തുടക്കത്തിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാനേജറോ ഒരു എംപ്ലോയിയോ ഒരു ബിസിനസ്മാൻ്റെ ഈവിളായിട്ട് നടത്തുന്ന ഒരു കാര്യങ്ങളിലും എന്ത് ചെയ്യരുത്, ഇൻവോൾവ് ആവരുത്, അവരുമായിട്ട് സഹകരിക്കരുത് എന്നാണെന്നാണ് പറയുന്നത്. അൺഎത്തിക്കൽ അസോസിയേഷൻ വിൽ ടാർണിഷ് യുവർ ക്യാരക്ടർ. അപ്പോൾ അതിനുള്ള കാരണം പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ആസ് എൻ ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു ബിസിനസ്സിൽ പോയി ചേർന്നു, കാരണം എനിക്ക് ചിലപ്പോൾ നല്ല സാലറി കിട്ടുന്നുണ്ടായിരിക്കാം, ബിസിനസ് ലാഭത്തിലായിരിക്കാം. പക്ഷേ അറ്റ് ലാസ്റ്റ് അത് എന്തിലേക്ക് പോകുന്നതാണ്, അത് എൻ്റെ ക്യാരക്ടർ മോശമാക്കുന്നത് പറയും. പിന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ആയിരിക്കാം ചിലപ്പോൾ ചെയ്യുന്നത്, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കാര്യം പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനടി നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം, പിന്മാറുന്ന രീതിയിലേക്ക് വരും. അതാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ടാർണിഷ് എന്ന് പറഞ്ഞാൽ ലെസ് എന്നാണ്, നമ്മുടെ ക്യാരക്ടറിനെ അതൊന്ന് മോശമാക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ട്രാൻസ്പെറൻസി. ദാറ്റ് ഈസ് അതിൻ്റെ മലയാളം മീനിങ് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സുതാര്യത എന്ന് പറയും. അത് നമുക്ക് അപ്പുറം ഇപ്പുറം കാണാൻ പറ്റുക. അങ്ങനെയാണ് നമ്മൾ ഒരു ഗ്ലാസ് ഡോറോ ഗ്ലാസ് ജനാലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. അത് നമുക്ക് പറയാൻ ട്രാൻസ്പെറൻറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതായത് ബിസിനസ് മാൻ്റെ എന്തൊരു ആക്ടിവിറ്റീസ് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്, ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അതായത് ജനറൽ പബ്ലിക്കിന് അവരറിയണം. ചില ബിസിനസ് സീക്രട്സുകളൊക്കെ ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കാം, അതല്ല പറയണത്. അല്ലാതെയുള്ള റെക്കോർഡ്സുകൾ ഗവൺമെൻറ് കൃത്യമായിട്ട് കൊടുക്കണം. പ്രോഡക്ട്സിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ട് അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ടോക്സിക് ആയിട്ടുള്ളതുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്നതാണ് പറയുന്നത്. വിത്ത് നത്തിങ് ടു കൺസീൽ ഫ്രം ദ പബ്ലിക്. കണ്ടോ, പബ്ലിക് ഒന്നും ഒളിച്ചു വെക്കാനൊന്നുമില്ല, കൺസീൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഒളിച്ചു വെക്കാനൊന്നുമില്ല എന്നാണ് പറയുന്നത്. ട്രാൻസ്പെറൻസി വിൽ വർക്ക് ആസ് എ പ്രിവെൻറ്റീവ് ഫോർ റോങ് ആക്ഷൻസ്. അതായത് എന്തെങ്കിലും തെറ്റായിട്ട് ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാം. ഞങ്ങളെല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അറിഞ്ഞോ അറിയാതെയോ കയറിപ്പോയ കാര്യങ്ങളാണ്. ഞങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഇൻഗ്രീഡിയൻസ് എത്ര ഞങ്ങൾ ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും വെദർ ഇറ്റ് ഈസ് ടോക്സിക് ഓർ ടോക്സിക് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പിടിച്ചു നിൽക്കാം. അപ്പോൾ അതാണ് പറയുന്നത് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഗുഡ് വാല്യൂ ഫോർ ദ മണി. നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യം എന്ന് നമ്മൾ പറയില്ലേ, അപ്പോൾ അതാണ് പറയുന്നത് ഗുഡ് വാല്യൂ ഫോർ ദ മണി എന്നാണ് പറയുന്നത്. കൺസ്യൂമേഴ്സ് ആർ എൻടൈറ്റിൽഡ് ടു ഗെറ്റ് ഗുഡ് വാല്യൂ ഫോർ ദ മണി ദേ പേ ആസ് പ്രൈസ് ഫോർ ദി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. അത് നമുക്കും അല്ലേ, ആസ് എ കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് നമുക്കുള്ളത് തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന, ഇപ്പോൾ ഞാൻ ഈ ഒരു പെൻസിൽ വാങ്ങിക്കുകയാണെങ്കിൽ പോലും എനിക്ക് അല്ലേ, ഇപ്പോൾ നമ്മൾ നോക്കുന്ന കാര്യം തെളിച്ചുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് മോനെ പൊട്ടി പോകുന്നുണ്ടോ എന്ന് കൃത്യമായിട്ടല്ലേ. ഇപ്പോൾ അടുത്ത പ്രാവശ്യം ഇത് നമുക്ക് സ്യൂട്ടബിൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു ബ്രാൻഡ് ഓഫ് പെൻസിലിലേക്ക് നമ്മൾ പോവില്ല. ഞാനെപ്പോഴും എൻ്റെ കയ്യിൽ ആദ്യം കാണുന്ന കാര്യം അതാണ് ഞാൻ എക്സാമ്പിളായിട്ട് പറയാം കേട്ടോ. എനിവേ, അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ കൊടുക്കുന്നതിനുള്ള യൂസ്, കൊടുക്കുന്ന പ്രൈസിനുള്ള യൂസ് അതിനുണ്ടാകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല, ആ കമ്പനിയുടെ പ്രൊഡക്റ്റേ വാങ്ങിക്കില്ല. അപ്പോൾ അതാണ് പറയുന്നത് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള, നമ്മൾ കൊടുക്കുന്ന വിലയ്ക്കുള്ള വാല്യൂ നമുക്ക് തരുന്ന പ്രോഡക്ട്സിനായാലും സർവീസിനായാലും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താണ്, അവർ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സുകൾ കീപ്പ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇന്നർ വോയിസ് അല്ലേ. നമ്മൾ ബിസിനസ് എത്തിക്സിൽ പഠിച്ചൊരു കാര്യം തന്നെയാണ്
അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞതാണ് നമുക്കൊരു ഇന്നർ സോൾ ഉണ്ടാവും. ആ ഇന്നർ വോയിസ് മാനേജേഴ്സ് കേൾക്കണം. പ്രത്യേകിച്ച് ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് എന്താണ് നമ്മൾ പറഞ്ഞത്, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ബിസിനസ് മാൻ ഷുഡ് പേ ഹീഡ് ടു ദ പ്രോംപ്റ്റിങ്സ്. പ്രോംപ്റ്റിങ്സ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കില്ലേ, പ്രോംപ്റ്റ് ചെയ്ത് ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വന്നിങ്ങനെ നിൽക്കുന്നുണ്ടാവും ആ ഇന്നർ വോയിസ്. അത് എപ്പോഴും എന്ത് ചെയ്യണം എന്നാണ്, പേ ഹീഡ് എന്നാണ് പറഞ്ഞത്. ഹീഡ് എന്ന് പറഞ്ഞാൽ പേ അറ്റൻഷൻ ടു. നിങ്ങൾ അവിടെ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അവിടെ എഴുതി വെച്ചോ, പേ അറ്റൻഷൻ ടു. അതായത് നമ്മളതൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിക്കണം എന്നാണ് പറയണത്. അതായത് ഹിസ് ഓർ ഹെർ സബ് കോൺഷ്യസ് മൈൻഡ് ഓൾവേസ് ഗൈഡ് എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യനെ നമ്മുടെ ഉള്ളിലെ വോയിസ് എപ്പോഴും എന്ത് ചെയ്യും, ഗൈഡ് ചെയ്തിരിക്കുമെന്നാണ് പറയുന്നത്. എലോങ് വിത്ത് ദ റൈറ്റ് പാത്ത് പ്രൊവൈഡഡ് ഹി ഓർ എന്താണ് പറയുന്നത്, പ്രൊവൈഡഡ് ഹി ലിസൺ ടു ദ ഇന്നർ വോയിസ്. അതായത് നമുക്ക് ആ ഒരു ഇന്നർ വോയിസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ശരിയായ, എപ്പോഴും എന്നല്ല കേട്ടോ, പക്ഷെ അത് നമുക്കത് ഉപകാരപ്പെടാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ശരിയായ പാത്തിൽ കൂടി, ശരിയായ വഴിയിൽ കൂടി പോകാനായിട്ട് അതൊരു ഗൈഡിങ് ഇതായിട്ട് നിൽക്കാറുണ്ടെന്നാണ് പറയുന്നത്. വൺ ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് എത്തിക്സ് പറയുന്നത് എന്താണ്, വി ഹാവ് ടു പേ അറ്റൻഷൻ ടു അവർ ഇന്നർ വോയിസ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സർവീസ് മോട്ടോ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്തിക്സ് പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ് അല്ലേ, നമുക്ക് ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് കോൺട്രാഡിക്ടറി ആയിട്ട് തോന്നാം. ബിസിനസ്സിൽ എന്ത് എത്തിക്സ് എന്ന് നമുക്ക് ചിന്തിക്കാം അല്ലേ, പക്ഷെ നമ്മൾ പിന്നീട് പഠിച്ചു വന്നു, ഇത് ആവശ്യമുണ്ട്. മാത്രമല്ല ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ പറയുകയും ചെയ്തു, ഇന്നത്തെ എല്ലാ ബിസിനസ് ചെയ്യുന്നവരും മനസ്സിലാക്കിയിട്ടുണ്ട്, എത്തിക്സ് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രമാത്രം ബെനിഫിറ്റ് അവർക്ക് അവരുടെ ബിസിനസ്സിനുണ്ട് എന്നവർ മനസ്സിലാക്കി തുടങ്ങി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുതന്നെയാണെന്ന് പറയുന്നത്. ഇപ്പോഴും ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു സർവീസ് മോട്ടോ ഉണ്ടായിരിക്കണം. ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരിക്കരുത് ഒരു ബിസിനസ്സിന് വേണ്ടത്. എവറി ബിസിനസ് ഷുഡ് ഹാവ് എ സർവീസ് മോട്ടോ എന്നാണ് പറയുന്നത്. എവറി ബിസിനസ്സിൽ എന്തുണ്ടായിരിക്കണം, എ സർവീസ് മോട്ടോ ടു ബി സ്ട്രിക്ട്ലി അഡ്ഹിയർ ടു ഇൻ ആൾ ഡീലിങ്സ് ഓഫൺ ഫോർ ഗോയിങ് പ്രോഫിറ്റ്. ചില സ്ഥലത്തൊക്കെ നമുക്ക് പ്രോഫിറ്റ് വേണ്ട എന്ന് വെച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരുന്നതാണ് പറയുന്നത്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവർക്കൊരു സർവീസ് കൊടുക്കുന്ന പോലെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ ഈ സമയത്ത് ഏറ്റവും ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ COVID-19 വന്നപ്പോൾ പല കോവിഡിന് മുമ്പ് നമുക്ക് ഈവൻ ഫ്ലഡ് വന്നപ്പോൾ ഓർത്ത് നോക്കാം, പല കടകളിലൊക്കെ കുറേ സാധനങ്ങൾ നശിച്ചു പോയിരുന്നു, എങ്കിൽ പോലും അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അല്ലേ. ഭക്ഷണമില്ലാത്തവർക്കൊക്കെ അവർ വെറുതെ സാധനങ്ങളൊക്കെ എടുത്തു പോകാനുള്ള ഒരു ഇതൊക്കെ കൊടുത്തിരുന്നു. ഇങ്ങനെ ഈ സമയങ്ങളിലാണെങ്കിലും ഒരുപാട് ഹെൽപ്പിംഗ് ഹാൻഡ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് പല ബിസിനസ്സുകളും മുന്നോട്ട് വന്നിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്, ഒരു സർവീസ് മോട്ടോ എപ്പോഴും അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, നെക്സ്റ്റ് ലാസ്റ്റ് പ്രിൻസിപ്പിളായിട്ട് നമുക്ക് പറയുന്നത് ഹോണർ യുവർ വേർഡ്. പറഞ്ഞ വാക്കിന് വില എന്ന് നമ്മൾ പറയില്ലേ, പറഞ്ഞ വാക്കിന് ഒരു വിലയില്ലേ എന്ന് ചോദിക്കില്ല. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത് വൺ ഓഫ് ഇറ്റ്സ് പ്രിൻസിപ്പിളായിട്ട് ഓണർ യുവർ വേർഡ്സ് എന്നാണ് പറയുന്നത്. എവറി ബിസിനസ് മാൻ ഷുഡ് ഓണർ ഹിസ് വേർഡ്സ് ടു ദ കസ്റ്റമർ. കസ്റ്റമർക്ക് നമ്മൾ പറയുന്നുണ്ടായിരിക്കും ഇത് 90% പ്യുവർ ആണ്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ 100% എന്ന് പറയാറില്ല, 99.99% എന്നാണ് പറയാം. അത്രയും പ്യൂരിറ്റി ഉള്ളതാണ്, ഇന്ന സബ്സ്റ്റൻസിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിരിക്കണം. അല്ലാതെയുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ ലേബിളിലോ പാക്കിങ്ങിലോ എത്തിച്ചേർക്കരുത്. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സിന് കൊടുത്ത വാക്ക് പാലിക്കണമെന്നാണ് പറയണത്. അല്ലെങ്കിൽ എന്തുണ്ടാവും എന്നാണ് പറയുന്നത്, വിത്തൗട്ട് ടേണിംഗ് ടു, അല്ലെങ്കിൽ ടു ദ കസ്റ്റമേഴ്സ് ആൻഡ് ദ കൺസ്യൂമേഴ്സ് വിത്തൗട്ട് ടേണിംഗ് ടു ലീഗൽ ആസ്പെക്ട്സ് ടു ഇവേറ്റ് ദ പ്രോമിസസ്. അല്ലെങ്കിൽ പിന്നീട് ഒരു കാലത്ത് കസ്റ്റമേഴ്സിന് തോന്നുകയാണ് എന്താണ് അവർ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, ചില ലീഗൽ പ്രൊസീജിയറിലേക്കൊക്കെ അവർ പറഞ്ഞ് പറ്റിച്ചു എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ലീഗൽ പ്രൊസീജിയറിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ബിസിനസ്മാൻ ഓർക്കേണ്ടത്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർ ഓർക്കേണ്ടത്, അവരുടെ വാക്ക് എന്താണോ അവർ ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് ആ ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സുകൾ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കും. ക്ലിയർ? നമ്മൾ രണ്ട് മെയിൻ ടോപ്പിക്കുകളാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്ത്, ദാറ്റ് ഈസ് 10 കമാൻഡ്മെൻറ്റ്സ് ഓഫ് ദ ബിസിനസ് എത്തിക്സും പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഇനി നമുക്ക് ആ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ഹെഡിങ്ങിൽ അറിയേണ്ടത്, ഈ ബിസിനസ് എത്തിക്സ് ഇൻ പ്രാക്ടീസിൽ കൊണ്ടുവരുമ്പോൾ അതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് ഇൻ ദി പ്രാക്ടീസ് ഓഫ് ബിസിനസ് എത്തിക്സ്? ഓക്കെ, ഒന്നും നമ്മൾ പറഞ്ഞ പോലെ എളുപ്പമല്ല. എന്ത് സംഭവം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ വി ഫൈൻഡ് സം ഡിഫിക്കൽട്ടീസ് അല്ലേ. എന്താണ് ആദ്യം വരുന്നതെന്ന് പറയുന്നത്, സംടൈംസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് വെദർ എ പെർട്ടിക്കുലർ ആക്ട് ഈസ് എത്തിക്കൽ ഓർ നോട്ട്. അതാണ് അവർ ഫേസ് ചെയ്യുന്ന, അത് ബിസിനസ്മാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നറിയാത്തതായിട്ട് വരും. അതായത് വോട്ട് ഈസ് റൈറ്റ്, വോട്ട് ഈസ് റോങ്, വോട്ട് ഈസ് ഗുഡ്, വോട്ട് ഈസ് ബാഡ്, അതാണല്ലോ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് എത്തിക്കലാണോ അൺഎത്തിക്കലാണോ എന്നൊരു ഡൗട്ടിലേക്ക്, അതിനെക്കുറിച്ച് ഉചിതമായി തീരുമാനം എടുക്കാത്ത ചില സർക്കംസ്റ്റൻസസ് ബിസിനസ്സിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ബിസിനസ്മെൻ ആൻഡ് മാനേജ്
managers often find themselves confronted with complicated issues. കൺഫ്രണ്ട് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും ബിസിനസ്മാൻ ആയാലും ശരി, അത് മാനേജ് ചെയ്യുന്നവരായാലും ശരി, ഇങ്ങനെയുള്ള ചില കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. വിച്ച് ആർ നത്തിങ് ഷോർട്ട് ഓഫ് ഡയലമാസ് എന്നാണ് പറഞ്ഞത്. വിച്ച് ആർ നത്തിങ് എന്താണ് ഒരു ഡയലമ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ആകെ ഇങ്ങനെ ഒരു എന്താ പറയുക, തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ, അതിനാണ് നമ്മൾ ഡയലമ എന്ന് പറയാം. നമുക്ക് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് വേണോ എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കില്ല, അതിനാണ് ഡയലമ എന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ അവരെത്താറുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവിടെ ഡിസിഷൻ മേക്കിംഗ് വൈകും, കാരണം അവർക്കൊരു ഉചിതമായ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ദേ വിൽ നോട്ട് ബി ഏബിൾ ടു ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് എത്തിക്കൽ ഓർ അൺഎത്തിക്കൽ. അപ്പോൾ അതാണ് ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഫേസ്ഡ് ബൈ ദ ബിസിനസ് മാൻ ഫേസ് ചെയ്യുന്നത്. ഇൻ റിയാലിറ്റിയിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു സംഭവം വൈൽ ഇംപ്ലിമെൻറ്റിങ് ബിസിനസ് എത്തിക്സ്. ഓക്കെ, സെക്കൻഡ് ഡിഫിക്കൽട്ടി എന്താണെന്നാണ് പറയുന്നത്. സം ബിസിനസ്മാൻ ബിലീവ് ദാറ്റ് ദേ വോണ്ട് ബി റിവാർഡഡ് ഇഫ് ദേ ഇൻസിസ്റ്റ് ഓൺ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. പിന്നെ അവരൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ചില ആളുകൾ ബിസിനസ് ചെയ്താൽ ചിന്തിക്കാം, ഞങ്ങൾ ഈ എത്തിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എത്തിക്സ് എന്നൊക്കെ പറഞ്ഞ് ജനനന്മയ്ക്ക് വേണ്ടിയിട്ടും സൊസൈറ്റിയുടെ വെൽഫെയറിനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള പ്രോപ്പർ റിട്ടേൺ ഒന്നും കിട്ടാൻ പോകുന്നില്ല. റിവാർഡ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വോണ്ട് ബി റിവാർഡഡ്, അതായത് പ്രോപ്പറായിട്ടുള്ള, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് പക്ഷേ ഗുണത്തേക്കാൾ കൂടുതൽ നമ്മൾ എന്താണെന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് ഹിസ് ഓർ ഹെർ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് നമ്മൾ പറഞ്ഞാൽ ഒരു ബിസിനസ്മാൻ്റെ. ആ ചിന്തയിൽ പലരും ഇതിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നിന്ന് മാറി നിൽക്കാറുണ്ട്. അപ്പോൾ അത് ബിസിനസ് എത്തിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന വൺ ഓഫ് ദി ഡിഫിക്കൽട്ടി ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് എന്താണെന്നാണ് പറയുന്നത്, ഈവൺ ദ കോമൺ പീപ്പിൾ ഡു നോട്ട് ഹാവ്. തേർഡ് എന്താണ് പറയുന്നത്, ഈവൺ സാധാരണ നമ്മളെപ്പോലെയുള്ള, ഇപ്പോൾ നമ്മൾ പഠിക്കുന്നു അല്ലേ, നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ പ്രത്യേക ഈ പെർട്ടിക്കുലർ സബ്ജക്റ്റ് എടുത്ത് പഠിക്കുമ്പോൾ നമ്മളതിൽ കറക്റ്റായിട്ട് എന്താണ് ബിസിനസ് എത്തിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ എന്താണെന്നാണ് പറയുന്നത്, സാധാരണയായിട്ട് കോമൺ പീപ്പിൾ ഡു നോട്ട് ഹാവ് പ്രോപ്പർ നോളേജ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അവർക്ക് ഈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താണ് എത്തിക്സ്, അല്ലെങ്കിൽ എന്താണ് ശരിയാണെന്ന് എന്താണ് തെറ്റെന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാകണം, അല്ലെങ്കിൽ അത് അവർക്ക് അറിയാതിരിക്കാമെന്നാണ് പറയുന്നത്. സോ ദ കൺസ്യൂമേഴ്സ് ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ഡിസൈഡ് വെദർ ദി പ്രൈസ് ദേ പേ. കേട്ടോ, അതുകൊണ്ട് ചിലപ്പോൾ കൺസ്യൂമേഴ്സിന് എന്താണെന്നാണ് പറയണത്, അവർ കൊടുക്കുന്ന വില, ആ ഒരു പ്രത്യേക പ്രോഡക്റ്റിനോ സർവീസിനോ അവർ കൊടുക്കുന്നത്, അതായത് യഥാർത്ഥത്തിൽ അത് ഉചിതമാണോ അല്ലയോ. കാരണം അവർക്ക് അങ്ങനെയൊന്നും വേർതിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ബാക്ക്വേർഡ് തിങ്കിങ്ങിലേക്കൊന്നും പോകാനുള്ള അറിവ് അവർക്ക് ഉണ്ടാവണമെന്നില്ല എന്നാണ് പറയുന്നത്. വെദർ ദ പ്രൈസ് ദേ പേ ഈസ് ബേസ്ഡ് ഓൺ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് തന്നെയാണോ നമ്മൾ ആ ഒരു പ്രോഡക്റ്റോ സർവീസോ പൈസ കൊടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാതെ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ കൺസ്യൂമേഴ്സിന് നമുക്ക് ഈ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യപ്പെടാറുണ്ട്, എക്സ്പ്ലോയിറ്റേഷനിലേക്ക് പോകാറുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഡിഫിക്കൽട്ടീസ് ഇൻ ദി പ്രാക്ടീസ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാകും. അപ്പോൾ അത് ഒരുപാടൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ആ 3 പോയിൻറ്റ്സ് ധാരാളമാണ്. നിങ്ങൾ ആ 3 പോയിൻറ്റിന് എക്സ്ട്രാ നോട്ട്സ് ഒന്നും ഞാൻ അതിനെക്കുറിച്ച് തരുന്നില്ല. അപ്പം അത്രയാണ് ബിസിനസ് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം. ക്ലിയർ. ഇത് ക്ലിയർ ആയാലാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുമ്പോൾ ഒന്നുകൂടി എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി മാനേജറിയൽ എത്തിക്സ്. ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്, മാനേജറിയൽ എത്തിക്സ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വാക്ക് കേട്ടാൽ നമുക്ക് ആ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാം. എത്തിക്സ് മാനേജേഴ്സ് ചെയ്യുമ്പോൾ അത് എന്തായി മാറുന്നു, മാനേജറിയൽ എത്തിക്സായി മാറുന്നു. എത്തിക്സ് എന്താണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, എന്താണ് വട്ട് ഈസ് റൈറ്റ്, വട്ട് ഈസ് റോങ്, വട്ട് ഈസ് ഗുഡ് ആൻഡ് വട്ട് ഈസ് ബാഡ് അല്ലേ, അതാണ് നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളാണ്. അപ്പോൾ മാനേജറിയൽ എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈസ് ജസ്റ്റ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദി ജനറൽ എത്തിക്സ്. ജനറൽ കോൺസെപ്റ്റിൽ എത്തിക്സിൻ്റെ ആ ജനറൽ കോൺസെപ്റ്റിന് ഒരു എക്സ്റ്റൻഷനാണ്. അതൊന്നും കൂടി വിപുലീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി മാറും, അത് മാനേജറിയൽ എത്തിക്സായി മാറും. എത്തിക്സ് അവിടെ നിന്നുണ്ട്, അത് ആർക്കുള്ളതായി മാറുന്നു, അതായത് വൺ ഹു മാനേജസ് ദ ബിസിനസ്, മാനേജേഴ്സ് പാലിക്കേണ്ട ചില എത്തിക്സ്, അതാണ് ഇതിൽ പറയുന്നത് മാനേജറിയൽ എത്തിക്സിൽ പറയുന്നത്. ക്ലിയർ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. മാനേജറിയൽ എത്തിക്സ് കൺസ്റ്റിറ്റ്യൂട്ട്സ് ദി മോറൽ പ്രിൻസിപ്പിൾ വിച്ച് മസ്റ്റ് ഗവേൺ ദ കണ്ടക്ട് ഓഫ് മാനേജർ എന്താണെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാനേജറിയൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയണത്, മാനേജേഴ്സിൻ്റെ പെരുമാറ്റം, അവരുടെ കണ്ടക്ട്, എങ്ങനെയാണെന്നുള്ളത് അത് ഗവേൺ ചെയ്യുന്ന, അതായത് അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്ന
ദേ ഗൈഡ് ദം ഇൻ ദ ഡിസിഷൻസ്. പിന്നെ എന്ത് ചെയ്യുന്നു, അവരുടെ തീരുമാനങ്ങളെ ഗൈഡ് ചെയ്യുന്നു. ആൻഡ് ആക്ഷൻസ്, തീരുമാനങ്ങളെ മാത്രമല്ല അവർ ചെയ്യുന്ന കാര്യങ്ങളും. ആൻഡ് സീ ദാറ്റ് ദേ സ്റ്റാൻഡ് ഫോർ ദി വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. എന്നിട്ട് എന്ത് നോക്കുന്നു, ഈ പറയുന്ന മാനേജേഴ്സ് സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. അതാണ് എന്ന് പറയുന്നത് മാനേജറിയൽ എത്തിക്സ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ധാരാളമായി മാനേജറിയൽ എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വേണമെങ്കിൽ നിങ്ങളുടെ എത്തിക്സ് എന്താണെന്ന് എഴുതിയിട്ട് മാനേജറിയൽ എത്തിക്സ് എഴുതിയാലും നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ എന്താണ് മാനേജറിയൽ എത്തിക്സ് എന്ന് പറയുന്നത്? മാനേജറിയൽ എത്തിക്സ് കൺസിസ്റ്റ്യൂട്ട് ദ മോറൽ പ്രിൻസിപ്പിൾസ്, മനസ്സിലാക്കി വയ്ക്കാം, വിച്ച് മസ്റ്റ് ഗവേൺ ദി, എന്ത് ഗവേൺ ചെയ്യണതായിരിക്കാം, ദി കണ്ടക്ട് ഓഫ് ദ മാനേജേഴ്സ്. ദേ ഗൈഡ് ദം, മാത്രമല്ല മാനേജറിയൽ എത്തിക്സ് ഗൈഡ് ദം in their decisions and actions and see that they stand for the welfare of the society. ഓക്കെ, അപ്പോൾ ക്ലിയർ, അതാണ് മാനേജറിയൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ മാനേജറിയൽ എത്തിക്സ് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അതായത് ഒരു ഫേമിനെ, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്നവരാണ് മാനേജർ എന്ന് പറയുന്നത് അല്ലേ. അവർ ഈ ഒരു എത്തിക്സ് അവർ ഫോളോ ചെയ്യുമ്പോൾ ശരിക്കും പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി സോഷ്യൽ റെസ്പോൺസിബിൾനെസ് ഓഫ് ദി ഫേം. ഒരു ഫേം എങ്ങനെയാണ് സോഷ്യലി റെസ്പോൺസിബിൾ ആകുന്നത്, റെസ്പോൺസിബിൾ അല്ല റെസ്പോൺസീവ്നെസ് എന്നാണ്. റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാം. എങ്ങനെയാണ് ഒരു ഫേം സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ ഇത് നമുക്ക് ആരിൽ നിന്ന് കിട്ടുന്നതാണ് പറയുന്നത്. ഈ മാനേജേഴ്സിൻ്റെ അവരെത്രമാത്രം ഇത് ഉൾക്കൊള്ളുന്നു എന്നനുസരിച്ചിട്ടായിരിക്കും ഒരു ഫേം എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ഒരു സൊസൈറ്റിയിൽ ഇതിനോട് റെസ്പോണ്ട് ചെയ്യാം. അതിനെ മാനേജ് ചെയ്യുന്നവർ ചിലപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നവരല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു രക്ഷയില്ല അല്ലേ. എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇല്ലാത്തൊരു മാനേജറാണ് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരൊരു തരത്തിലുള്ള റെസ്പോണ്ടിങ് നടത്തില്ല. അഥവാ നന്നായി ഒരു എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ബിസിനസ് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു റെസ്പോണ്ട് ചെയ്യും അല്ലേ, പോസിറ്റീവ്ലി തന്നെ അത് സൊസൈറ്റിയോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ മാനേജറിയൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി സോഷ്യൽ റെസ്പോൺസീവ്നെസ് എന്നാണ് കേട്ടോ, റെസ്പോൺസീവ്നെസ് ഓഫ് എ ഫേം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസിപ്ലിൻ ദാറ്റ് ഡീൽസ് വിത്ത് what is good and bad or what is right and wrong or with moral duty and obligation. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നല്ലത്, എന്താണ് ചീത്ത, അതിനൊപ്പം തന്നെ എന്താണെന്നാണ് പറയുന്നത്, ഒരു മോറലായിട്ട് ചെയ്യേണ്ട ഡ്യൂട്ടീസും ഒബ്ലിഗേഷൻസും എന്താണ്. ആസ് എ മാനേജർ എന്ന നിലയ്ക്ക് ഞാൻ സത്യസന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഞാൻ അനുസരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയുന്നു എന്നാണ് പറയണത്. ആൻഡ് ഓർ ഇറ്റ് ക്യാൻ ബി സെഡ് ആസ് ദി സ്റ്റാൻഡേർഡ് ബിഹേവിയർ ദാറ്റ് ഗൈഡ്സ് ദ ഇൻഡിവിജ്വൽ മാനേജേഴ്സ് ഇൻ ദെയർ ആക്ടിവിറ്റീസ്. അത് പല മീനിങ്സിൽ നമുക്ക് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, മാനേജർ എത്തിക്സിനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബിഹേവിയർ, ഒരു ആസ് എ മാനേജർ എന്ന നിലയ്ക്ക് താങ്കളിൽ നിന്ന് ഈ രീതിയിലുള്ള പെരുമാറ്റം പ്രതീക്ഷിക്കുന്നു, അതാണ് പ്രതീക്ഷിച്ചു വെക്കുക അല്ലേ, അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. എന്താണ് മാനേജർ എത്തിക്സ് എന്ന് പറയുന്നത്, ഇസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ ദാറ്റ് ഗൈഡ്സ് ഇൻഡിവിജ്വൽ മാനേജേഴ്സിനെ ഗൈഡ് ചെയ്യുന്നു എന്തിലാണ്, ഇൻ ദെയർ ആക്ടിവിറ്റീസ്. അതിനെ നമുക്ക് മാനേജർ എത്തിക്സ് എന്ന് പറയാമെന്നാണ് പറയുന്നത്. ഇത്രയും മീനിങ്സുകൾ അതിനകത്ത് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പറ്റും. നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെയുള്ള ഫിഗേഴ്സൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് വരച്ച് വെച്ച് എഴുതുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു ഫിഗർ ഞാൻ സ്ലൈഡ് ഇടാം, അതിൻ്റെ ടെക്സ്റ്റിലുണ്ട്, ഒന്ന് നോക്കി നോക്കിയേ. ഒരു സെൻട്രൽ ബോക്സ് ആദ്യം നോക്കാം. സെൻട്രൽ ഒരു റെക്ടാങ്കുലർ ബോക്സ് കൊടുത്തതിൽ ബിസിനസ് എന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. സെൻട്രൽ ബോക്സിൽ ബിസിനസ് എന്നുണ്ട്. അതിന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരു ആരോ പോയിട്ടുണ്ട്. ഇനി ലെഫ്റ്റിലേക്ക് പോയിട്ടുള്ള ആരോൻ്റെ അവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്, എത്തിക്കൽ ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടി നിലകൊള്ളുന്നതാണ് പറയുന്നത്, ഇറ്റ് വിൽ സ്റ്റാൻഡ് ഫോർ സോഷ്യൽ വെൽഫെയർ, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളും. അപ്പോൾ അതാണ് ലെഫ്റ്റ് സൈഡിൻ്റെ കാര്യം. റൈറ്റ് സൈഡിലേക്ക് അത് ആരോ പോയിരിക്കുന്നത് എന്താണ്, അൺഎത്തിക്കലാണ്. അൺഎത്തിക്കലാണെന്നുണ്ടെങ്കിൽ എന്താണെന്നാണ് പറയുന്നത്, നെഗ്ലക്റ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ, ജനനന്മ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നന്മയെ അവർ നെഗ്ലക്റ്റ് ചെയ്തോളെ എന്നാണ് കണക്കിലെടുക്കില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ കാര്യം ഞങ്ങൾക്ക് അറിയേണ്ട, വി ആർ ഓൺലി അവർ കൺസേൺ ഈസ് മേക്കിംഗ് ദ പ്രോഫിറ്റ് എന്ന രീതിയിൽ ചിന്തിക്കും. അപ്പോൾ അങ്ങനത്തേക്ക് ഒന്ന് എഴുതി വെച്ചാൽ നമുക്ക് ആ ഒരു പിക്ചറിൽ കൂടി പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്നും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഇവിടെ നമുക്ക് അങ്ങനെ വേണ്ടിയില്ലെങ്കിൽ പോലും ഹയർ സ്റ്റഡീസൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ എഴുതേണ്ട, അത് പ്രാക്ടീസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒരു മാനേജർ പെർഫോം ചെയ്യുന്ന എത്തിക്കൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്, മാനേജർ എത്തിക്കലി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് അത് കാണാം. മാനേജേഴ്സ് പെർഫോം എ ഹോസ്റ്റ് ഓഫ് എത്തിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് ദേ ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ദ ഫോർമോസ്റ്റ് ഗോൾ ഓഫ് ഫസ്റ്റ് പോയിന്റ്,
ദ ഫോർമോസ്റ്റ് ഗോൾ ഓഫ് മാനേജേഴ്സ് ഈസ് ടു മേക്ക് ദെയർ ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്. ഏറ്റവും ആദ്യം ആസ് എ മാനേജർ എന്ന നിലയ്ക്ക് ഇപ്പോൾ ആര് മാനേജർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രൈമറി കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭവും സോഷ്യൽ വെൽഫെയർ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും ആദ്യം അദ്ദേഹം കൺസേൺ ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്? ഓർഗനൈസേഷൻ ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകും അല്ലേ? ഓർഗനൈസേഷൻ ഒരു കേടുപാടുകൾ, അതായത് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു എത്തിക്കൽ ആക്ടിവിറ്റി. അത് അദ്ദേഹത്തിൻ്റെ എത്തിക്സ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഫസ്റ്റ് പ്രൈമറി ആയിട്ട് വേണ്ടതെന്നാണ്, ഫോർമോസ്റ്റ് എന്നാണ് പറയുന്നത്, പ്രൈമറി ആയിട്ട് വേണ്ടതെന്നാണ് പറയണത്. സെക്കൻഡ് എന്താണെന്നാണ് പറയണത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഓഫ് കോഴ്സ് ബിസിനസ് സ്റ്റാൻഡ്സ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് അല്ലേ? അത് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് ആർ ദി മെയിൻ ഗോൾസ് ഓഫ് മാനേജേഴ്സ്. പിന്നെ മാനേജർ നോക്കേണ്ടത് എന്താണ്? ഇതൊക്കെ എത്തിക്കലി. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം എങ്ങനെ ചെയ്യണം? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യുമ്പോൾ എത്തിക്കലി ചെയ്യണം. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂട്ടുകയാണെങ്കിൽ ഹി ഹാസ് ടു ഡു എത്തിക്കലി. അതാണ്. അപ്പോൾ രണ്ടാമത് എന്താണെന്നാണ് പറയുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് ആർ ദി മെയിൻ ഗോൾസ് ഓഫ് ദി മാനേജേഴ്സ്. അതാണ് സെക്കൻഡ് പറയണത്. പിന്നെ എന്താണ് തേർഡ് പറയുന്നത്? മാനേജേഴ്സ് അറ്റൻഡ് ടു കസ്റ്റമേഴ്സ് ഫ്രീക്വൻ്റ്ലി. മാനേജേഴ്സ് എപ്പോഴും കസ്റ്റമേഴ്സായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ഫ്രീക്വൻ്റ് ആയിട്ട് അവരെന്ത് ചെയ്യുക? വിസിറ്റ് ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അവർ അറ്റൻഡ് ചെയ്യുക. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു എത്തിക്കൽ ആക്ടിവിറ്റി ആയിട്ട് തന്നെ കരുതാം. അപ്പോൾ നമുക്കറിയാം കസ്റ്റമറിൻ്റെ നീഡ്സ് എന്താണ്, അവരുടെ പ്രിഫറൻസുകൾ എന്താണ്, ലൈക്സ് എന്താണ്, ഡിസ്ലൈക്സ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് പറയണത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ എത്തിക്കൽ ഇതിൽ വരുന്നൊരു കാര്യമാണ്. എന്താണ് ഫോർത്ത് പറയണത്? മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ്. കണ്ടോ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 ലെവൽസാണ്, ടോപ്പ്, മിഡിൽ, ലോവർ ലെവൽ അല്ലേ? ആ ഏത് ലെവലിലായിക്കോട്ടെ മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ് ഷോ ഇൻറ്റഗ്രിറ്റി ഇൻ ഓൾ ദെയർ ആക്ഷൻസ്. അവരെന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻറ്റഗ്രിറ്റി എന്താണ്? ഒരു ഒത്തൊരുമ ഉണ്ടായിരിക്കണം. അതൊരു എത്തിക്കൽ പ്രാക്ടീസ് ആയാലുണ്ട്. ഹയർ ലെവലിലെ മാനേജർ എനിക്ക് അവരുമായിട്ട് വർത്താനം പറയേണ്ട കാര്യമില്ല. ലോവർ ലെവലിലെ മാനേജർ അവർക്കൊക്കെ വലിയ ഗമയാണ്, ഞാൻ അവരോട് മിണ്ടാൻ പോകുന്നില്ല എന്ന രീതിയിലല്ല വേണ്ടത്. ഒരു എത്തിക്കൽ ആക്ടിവിറ്റി ആയിട്ട് കരുതുന്നത് എന്താണെന്നാണ് പറയുന്നത്? എല്ലാ ലെവൽസിലുള്ള മാനേജേഴ്സുമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഒരു ഇൻറ്റഗ്രേഷൻ, അതായത് ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് പറയുന്നത്? മാനേജേഴ്സ് എക്സ്പീരിയൻസ് മച്ച് പ്രഷർ ടു കൺഫേം ടു ഓർഗനൈസേഷണൽ സ്റ്റാൻഡേർഡ്സ് എന്നാണ് പറയുന്നത്. എങ്ങനെ പോയാലും അവർ ഓർഗനൈസേഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് തന്നെ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അതിലൊന്നും വിട്ടുപോകരുത്. കാരണം സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ടുള്ള എന്തിനാണ്? അതനുസരിച്ച് പോകാൻ തന്നെയാണ് അല്ലേ? സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ നമ്മൾ പഠിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ മാനേജേഴ്സ് എക്സ്പീരിയൻസ് മസ്റ്റ് പ്രഷർ ടു കൺഫേം ടു ദ ഓർഗനൈസേഷണൽ സ്റ്റാൻഡേർഡ്സ്. പിന്നെന്താണെന്നാണ് പറയുന്നത്? മോസ്റ്റ് മാനേജേഴ്സ് സീക്ക് അഡ്വൈസ് ഓഫ് അതേഴ്സ് ഇൻ ഹാൻഡ്ലിംഗ് എത്തിക്കൽ ഡയലമാസ്. നമ്മൾ പറഞ്ഞില്ല എത്തിക്കൽ ഡയലമ എന്ന് പറഞ്ഞത് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാൻ വരുന്നുണ്ടത്. എന്നാലും നമ്മളിവിടെ പറഞ്ഞിരുന്നു അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വരുന്നൊരു ബുദ്ധിമുട്ടാണ്. ഏതാണ് എത്തിക്കൽ, എന്താണ് അൺഎത്തിക്കൽ എന്നറിയാത്തൊരവസ്ഥ വരുമ്പോൾ ബിസിനസ് മാനേജേഴ്സും ഒരു ഡയലമയിൽ തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു നിൽക്കും. അങ്ങനെ വരുന്ന എന്തെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും ആസ് എ മാനേജർ എന്ന നിലയ്ക്ക് അവരെന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ദേ ടേക്ക് അഡ്വൈസ് ഓഫ് സം എക്സ്പീരിയൻസ് പീപ്പിൾ. അല്ല, അവരിൽ നിന്ന് തീർച്ചയായും എന്തിരിക്കണം? അഡ്വൈസ് എടുത്തുകൊണ്ട് അങ്ങനെയുള്ള എത്തിക്കൽ ഡയലമാസ് ഹാൻഡിൽ ചെയ്തിരിക്കണം. എന്താണ് എത്തിക്കൽ ഡയലമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അതായത് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് ചില സന്ദർഭങ്ങളിൽ അറിയാതെ വരും. ആ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ ദാറ്റ് ഈസ് അവരെന്ത് ചെയ്യണം? അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കടന്നു പോകാനായിട്ട് മറ്റുള്ളവരുടെ ഉപദേശം തേടണമെങ്കിൽ അത് കൃത്യമായിട്ട് അവർ നേടിയിരിക്കണം. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്. That is a host of ethical activities which are to be performed by a manager. Clear? അത്രയാണ് നമുക്ക് അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് എത്തിക്സ്. അപ്പോൾ മാനേജറിയൽ എത്തിക്സ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള മാനേജ്മെൻറ്റ് എത്തിക്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് മാനേജറിയൽ എത്തിക്സ് 3 തരങ്ങളും എളുപ്പമാണ് പഠിക്കാൻ കേട്ടോ. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് എത്തിക്സുകളാണുള്ളത്. ഫസ്റ്റ് ഈസ് ഇമ്മോറൽ, ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് എത്തിക്സ്, മോറൽ മാനേജ്മെൻറ്റ് എത്തിക്സ്, എമോറൽ മാനേജ്മെൻറ്റ് എത്തിക്സ്. കൃത്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് 3 ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് എത്തിക്സുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് ആണ് ഇമ്മോറൽ മാനേജ്മെൻറ്റ് എത്തിക്സ്. നോക്കാം. ഇമ്മോറൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മോറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നല്ലതാണ്, മോറൽ വാല്യൂസ്. ഇമ്മോറൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നല്ലതല്ലാത്തത് കേട്ടോ.
അതായത് മാനേജേഴ്സ് അണ്ടർ ദിസ് കാറ്റഗറി, ഈ ഒരു കാറ്റഗറിയിലുള്ള മാനേജേഴ്സ് ആണെങ്കിൽ ദേ ഡു നോട്ട് ഫോളോ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, എത്തിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും നോക്കാതെ ചെയ്യുന്ന, അതായത് ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത മാനേജേഴ്സ് ഉള്ള കാറ്റഗറിയാണ് ഇതെന്ന് പറയുന്നത് ഇമ്മോറൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദേ ഓൺലി വാണ്ട് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്, ഈവൺ അറ്റ് ദി കോസ്റ്റ് ഓഫ് ലീഗൽ സ്റ്റാൻഡേർഡ്സ് ഓർ കൺസേൺ ഫോർ എംപ്ലോയീസ് ആൻഡ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെയോ കസ്റ്റമേഴ്സിൻ്റെയോ എംപ്ലോയീസിൻ്റെയോ ഈവൺ ലീഗലായിട്ട് ചില കാര്യങ്ങൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടാവും, അതൊന്നും കണക്കിലെടുക്കാതെ സിംപ്ലി ദേ ഫോക്കസ് ഓൺ മേക്കിംഗ് ദ പ്രോഫിറ്റ്, എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കാം. അത് ശരിയായിട്ടായിരിക്കട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോർഡിങ്ങോ പ്രോഫിറ്റിയറിങ്ങോ ബ്ലാക്ക് മാർക്കറ്റിങ്ങോ എന്ത് വഴിയായാലും ശരി ലാഭം ഉണ്ടാക്കണമെന്ന് ഉദ്ദേശം മാത്രമുള്ള മാനേജേഴ്സ് വരുന്ന കാറ്റഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇമ്മോറൽ മാനേജ്മെൻറ്റ് എത്തിക്സ്. ക്ലിയർ? ഇനി ഏതാണ് നെക്സ്റ്റ്? മോറൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്തായിരിക്കും? മാനേജേഴ്സ് അണ്ടർ ദിസ് കാറ്റഗറി ഫോളോ, അല്ലേ, അവർ ഫോളോ ചെയ്യും, കറക്റ്റായിട്ട് എത്തിക്കലി കാര്യങ്ങൾ ചെയ്യുന്ന, ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന മാനേജേഴ്സ് ആണെങ്കിൽ അവരെന്താണ് മോറൽ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നവരാണ്. അതായത് മാനേജേഴ്സ് അണ്ടർ ദിസ് കാറ്റഗറി എയിം അറ്റ് മാക്സിമൈസിങ് ദ പ്രോഫിറ്റ്സ് വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് എത്തിക്കൽ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അതായത് എത്തിക്കൽ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് അവർ ചെയ്യില്ല, ശരിയായ രീതിയിൽ ആ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന മാനേജേഴ്സാണ് ഈ കാറ്റഗറിയിൽ വരുന്നതെന്നാണ് പറയുന്നത്. ദേ ഓൾവേസ് ട്രൈ ടു കൺഫേം ടു പ്രൊഫഷണൽ ആൻഡ് ലീഗൽ സ്റ്റാൻഡേർഡ്. പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ ലീഗലായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണെന്നാണ് പറയുന്നത്. അവരെപ്പോഴും ഈ ഒരു കാറ്റഗറിയിലുള്ള മാനേജേഴ്സ് ആണെങ്കിൽ അവരെപ്പോഴും എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, എന്ത് കാര്യം ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് അവർ അവനവനോട് തന്നെ അവർ ചോദ്യം ചോദിക്കുമെന്നാണ് പറയുന്നത്. ദേ ഓൾവേസ് ആസ്ക് ദെംസെൽഫ് ദിസ് ക്വസ്റ്റ്യൻ ബിഫോർ ടേക്കിംഗ് എ ആക്ഷൻ. അവനവനോട് തന്നെ കേട്ടോ, അവനവനോട് തന്നെ അവനവൻ്റെ മനസാക്ഷിയോട് തന്നെ ഒരു ചോദ്യം ചോദിക്കും. എന്താണ് ആ ചോദ്യം? ഈസ് ദിസ് ആക്ഷൻ ഡിസിഷൻ ഓർ ബിഹേവിയർ, ഞാൻ എടുക്കുന്ന ഈ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഈ ഒരു ആക്ഷനോ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പെരുമാറ്റമോ ഫെയർ ടു അസ്, നമുക്ക് എല്ലാവർക്കും ന്യായീകരിക്കാൻ പറ്റിയതാണോ, ഫെയർ ആണോ, ആൻഡ് ഓൾ പാർട്ടീസ് ഇൻവോൾവ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും ഇത് ഉചിതമാണോ എന്ന് സ്വയം ചോദിച്ചുകൊണ്ടേ അദ്ദേഹം എന്ത് ചെയ്യുള്ളൂ, അതാണ് എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഇതാണ് മാനേജേഴ്സിനെയാണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുന്നത്, മോറൽ മാനേജ്മെൻറ്റ് എത്തിക്സ്. അപ്പോൾ ഇമ്മോറലും പഠിച്ചു, മോറലും പഠിച്ചു. തേർഡ് ഈസ് എമോറൽ എന്നാണ് പറഞ്ഞത്, AMORAL, മോറലിൻ്റെ കൂടെ ഒരു A ചേർക്കാം. ഇത് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ഇമ്മോറൽ ആൻഡ് മോറൽ. ഇമ്മോറലിൻ്റെയും മോറലിൻ്റെയും ഇൻ ബിറ്റ്വീനിലുള്ള ഒരു സംഭവമാണ് അങ്ങനെയുള്ള മാനേജേഴ്സാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. എമോറൽ മാനേജ്മെൻറ്റ് ഫൈൻഡ്സ് ഇറ്റ് സെൽഫ് ബിറ്റ്വീൻ ദി ഇമ്മോറൽ മാനേജ്മെൻറ്റ് ആൻഡ് മോറൽ മാനേജ്മെൻറ്റ്. ഓക്കെ, here managers respond to personal and legal ethics only if they are required to do so. അതായത് ഇവരിതിനെ എഗെയിൻസ്റ്റ് ഒന്നുമല്ല, മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്ന മാനേജേഴ്സിന് എഗെയിൻസ്റ്റ് ഒന്നുമില്ല, പക്ഷെ അങ്ങനൊരു സംഭവം അവരുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ മാത്രം അവരെന്ത് ചെയ്യും, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് കണക്കിലെടുക്കും. അല്ല അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും വരുന്നില്ലെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവരിതിനെതിരൊന്നുമല്ല, അത് മനസ്സിലാക്കി വയ്ക്കാം. അതായത് മാനേജേഴ്സ് റെസ്പോണ്ട് ടു പേഴ്സണൽ ആൻഡ് ലീഗൽ എത്തിക്സ് ഓൺലി ഇഫ് ദേ ആർ റിക്വയർഡ് ടു ഡു സോ. നിങ്ങളിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവരുടെ മുന്നിൽ വരികയാണെങ്കിൽ മാത്രം എത്തിക്കലി ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇഫ് നോട്ട്, അങ്ങനെ ഒന്നും ഒരു പ്രത്യേകിച്ച് ആരും പറയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാറ്റർ അവരുടെ മുന്നിൽ വരുന്നില്ല എങ്കിൽ ദർ ഇസ് എ ലാക്ക് ഓഫ് എത്തിക്കൽ പെർസെപ്ഷൻ ആൻഡ് അവെയർനെസ്. അവരെ ആ ഒരു എത്തിക്കൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യൂ, ആ ഒരു കാഴ്ചപ്പാട് അവരുടെ മുന്നിലില്ല. അത് എത്തിക്കലാണോ അൺഎത്തിക്കലാണോ എന്നുള്ളൊരു കാഴ്ച ആ ഭാഗം അവർ ചിന്തിക്കുന്നേ ഇല്ല. ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന കാറ്റഗറിയാണ് എമോറൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അത് അവരുടെ മുന്നിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. ക്ലിയർ? അങ്ങനെയുള്ളവരാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി 2 types, ഇൻറ്റൻഷണൽ ആൻഡ് അൺഇൻറ്റൻഷണൽ. 2 തരത്തിലുണ്ടാകാം, ഇൻറ്റൻഷണലും ഉണ്ടായിരിക്കാം, അൺഇൻറ്റൻഷണലും ഉണ്ടായിരിക്കാം. എന്താണ് ഇൻറ്റൻഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻറ്റൻഷണൽ എന്ന് പറഞ്ഞാൽ വേണമെന്ന് വിചാരിച്ചിട്ട്, അതായത് മാനേജേഴ്സ് ഡെലിബറേറ്റ്ലി അവോയ്ഡ് എത്തിക്കൽ പ്രാക്ടീസ് ഇൻ ബിസിനസ് ഡിസിഷൻസ് ബിക്കോസ് ദേ ആർ ഓഫ് ദ വ്യൂ ദാറ്റ് എത്തിക്സ് ഷുഡ് ബി ഫോളോഡ് ഇൻ നോൺ ബിസിനസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ഒരു കൂട്ടർ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ വേണമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ചില കേസുകളിൽ എമോറൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറി വേണമെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, എത്തിക്കൽ പ്രാക്ടീസ് അവർ അവോയ്ഡ് ചെയ്ത് കളയും. അവർ അവോയ്ഡ് ചെയ്യാനുള്ള റീസൺ ഇതേ ഉള്ളൂ, അവരുടെ വിചാരം ബിസിനസ്സിൽ എത്തിക്സുകൾ ആവശ്യമില്ല, നോൺ ബിസിനസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിലാണ് എന്ത് ചെയ്യണ്ടോ എത്തിക്സ് ഫോളോ ചെയ്യേണ്ട എന്നുള്ള ധാരണയിൽ അവരതിനെ വിട്ടുകളയും. വേണമെന്ന് വെച്ചുകൊണ്ട് തന്നെ എത്തിക്കലായിട്ടുള്ള കൺസിഡറേഷൻസ് കൊടുക്കാതെ, സോഷ്യൽ വെൽഫെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക, ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ്ലി വേണമെന്ന് വെച്ചുകൊണ്ട് സോഷ്യൽ
വെൽഫെയർ അല്ലെങ്കിൽ സൊസൈറ്റി വെൽഫെയർ അല്ലെങ്കിൽ എത്തിക്സ് അവോയ്ഡ് ചെയ്ത് കളയുന്നവരാണ്. പക്ഷേ അതിനുള്ള കാരണം അതാണ്, അവരുടെ തിങ്കിങ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ബിസിനസ്സിൽ അതിൻ്റെ ആവശ്യമില്ല. നോൺ ബിസിനസ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ, ബിസിനസ് അല്ലാതെയുള്ള മറ്റുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവില്ലേ, അതിലാണ് ഇപ്പോൾ സർവീസ്, അവിടെയൊക്കെയാണ് എത്തിക്സ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള ധാരണയിൽ അവരതിനെ വേണമെന്ന് വെച്ച് വിട്ടുകളയും. അതാണ് എന്ന് പറയുന്നത് ഇൻറ്റൻഷണൽ എമോറൽ മാനേജ്മെൻറ്റ്. അതിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ഇതെന്താണ്, അൺഇൻറ്റൻഷണൽ എമോറൽ മാനേജ്മെൻറ്റ്. ഇവർ വേണമെന്ന് വെച്ചില്ല, ഇൻറ്റൻഷനലി ഒന്നുമല്ല, ഡെലിബറേറ്റ്ലി ഒന്നുമല്ല എന്നാണ് പറയുന്നത്. എത്തിക്കൽ പ്രാക്ടീസ് ബട്ട് അൺഇൻറ്റൻഷനലി ദേ മേക്ക് ഡിസിഷൻസ് വിതൗട്ട് ടേക്കിംഗ് കൺസിഡറേഷൻ ദെയർ മോറൽ ഇംപ്ലിക്കേഷൻസ്. അതായത് ഇതിൻ്റെ മോറൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്നോ അവർക്ക് അറിയൊന്നുമില്ല. പ്രത്യേകിച്ച് അവർ വേണമെന്ന് വെച്ചിട്ടൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാക്കിയിരുന്നെങ്കിൽ അവർ വേണമെങ്കിൽ അത് ഫോളോ ചെയ്തേനെ. വേണമെന്ന് വെച്ചിട്ടല്ലാതെ മോറൽ ഇംപ്ലിക്കേഷൻസ് മറന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന കാറ്റഗറിയാണ്. ഒരിക്കലും അവർ ഇൻറ്റൻഷനലി അല്ല, അവർക്കത് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അവർക്കതൊന്ന് രക്ഷപ്പെടാമെന്ന് ഞാൻ പറയില്ല, പക്ഷേ മനസ്സിലാക്കി വെക്കുക, ഇതിൽ മാനേജേഴ്സ് ഡു നോട്ട് ഡെലിബറേറ്റ്ലി, ഒരിക്കലും അത് അവർ മനസ്സുകൊണ്ട് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല, പക്ഷെ അവർ അറിയാതെ എന്ത് ചെയ്യുന്നു, അൺഇൻറ്റൻഷനലി ആയിട്ട് അറിയാതെ തന്നെ അവരെന്ത് ചെയ്യും, ദേ സ്കിപ്പ് ദിസ്, ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് എന്നുള്ളത് അവർ സ്കിപ്പ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അവർ അറിയാതെ അവോയ്ഡ് ചെയ്ത് കളയുന്ന ടൈപ്പ് ഓഫ് മാനേജേഴ്സാണ് ഇതിൽ വരുന്നത് അൺഇൻറ്റൻഷണൽ എമോറൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ക്ലിയർ? ഇത്രയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ഹെഡിങ് കൂടി എനിക്ക് പറഞ്ഞിരുന്നു തോന്നുന്നു. എനിവേ ഇത്രയായപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്.